ഗുഡ് മോർണിംഗ് സർ. അപ്പച്ച, പുലിക്കാട്ടിൽ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കാത്തുരക്ഷിക്കാൻ ഈ മകന് കെൽപ്പ് തരണേ. ആലീസേ, ഒന്നിങ്ങി വന്നേ. യെസ് സർ. ആ, ലെറ്റർ അയച്ചിട്ടും വണ്ടികളുടെ CC കുടിശ്ശികൾ തീർക്കാത്തവരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ? ഉണ്ട് സർ. ആ, വായിച്ചേ. നീണ്ടൂർ തൊമ്മി, KP ചന്ദ്രശേഖരൻ, മോനിപ്പള്ളി ജോയി, CK ജീവൻ, ഇവരൊക്കെ 6 മാസമായിട്ട് ഒരു പൈസ പോലും അടച്ചിട്ടില്ല സർ. എന്റെ കർത്താവേ, ഞാൻ തെണ്ടുവല്ലോ. ആ അന്തോണി പോയി അന്വേഷിച്ചിട്ട് എന്തായി? അന്തോണിച്ചേട്ടൻ ചെന്നപ്പോ നീണ്ടൂർ തൊമ്മി ഭീഷണിപ്പെടുത്തി വിട്ടെന്നാ പറഞ്ഞത്. എന്നതാ ഭീഷണിപ്പെടുത്തി വിട്ടെന്നോ? ആ. അന്തോണി വരുമ്പോ എന്നെ ഒന്ന് കാണാൻ പറ. ഈ പുലിക്കാടൻ ആരാണെന്ന് തൊമ്മിയെ ഞാൻ കാണിച്ചു കൊടുക്കാം. പൊക്കോ. ആശാൻ രാവിലെ തന്നെ അണ്ടർഗ്രൗണ്ടിലാണല്ലോ. എടാ, എന്റെ ഫ്യൂവലും നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? കുര്യാപ്പള്ളി പറഞ്ഞതൊക്കെ ശരി. പക്ഷെ മൂത്ത 2 പെമ്പിള്ളേർ നിൽക്കുമ്പോ ഇളയിന്റെ കല്യാണം നടത്താന്ന് വെച്ചാ അത് ശരിയാവത്തില്ല. ഓ, ആശാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഒന്നിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല. ഒത്തു വന്നതങ്ങ് നടത്തണം. ആ, ഈയിടെ അങ്ങനെ ഒപ്പിച്ചിട്ട് 2-3 എണ്ണം വാങ്ങിച്ചു കൂട്ടിയത് ഞാൻ കേട്ടു. സത്യം പറയാമല്ലോ, 5-6 എണ്ണം കിട്ടി. ഖത്തറി ജോലിയുള്ള ചെറുപ്പക്കാരന്റെ കല്യാണം ഞാൻ നടത്തി. അവരുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചെറുപ്പക്കാരൻ എന്റെ വീട്ടിൽ വന്നു. ഞാൻ സന്തോഷത്തോടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. പറഞ്ഞിട്ട കാശൊക്കെ എനിക്ക് തന്നിരുന്നു. ഇനിയും വല്ലതൊക്കെ കിട്ടുമെന്ന് കരുതി നിൽക്കുമ്പോ അവൻ 5-6 ഇടി എനിക്കിട്ട. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം കല്യാണം കഴിച്ച പെണ്ണിന്റെ കാലി മന്തുണ്ടെന്ന്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെണ്ണിന്റെ എവിടെയെല്ലാം മന്തുണ്ടെന്ന് എനിക്ക് തപ്പി നോക്കാൻ ഒക്കുവോ? ആ, പിന്നെ ആശാന്റെ മൂത്ത മോളാണെ ഊമ. അതിന്റെ ഇളയതിനാണ് പഠിപ്പില്ല. ആലീസിന് ജോലി ഉള്ളത് കൊണ്ടാണ് പൊന്നും പണവും ഒന്നും വേണ്ടാന്ന് പറഞ്ഞ ആളുകൾ വരുന്നത്. അതങ്ങ് നടക്കട്ടെ, ബാക്കിയുള്ളവർക്ക് നമുക്ക് വഴിയുണ്ടാക്കാമെന്ന്. അതൊക്കെ ശരി. പക്ഷെ മോളിക്കുട്ടിയുടെ ഡേസിയുടെ കല്യാണം നടക്കാതെ ആലീസിന്റെ ആലോചിക്കുന്ന പ്രശ്നമില്ല. ഞാൻ